ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മലയാളം ക്ലാസ്. ഇനി നമുക്ക് നമ്മുടെ 6ാമത്തെ പാഠം ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നമ്മൾക്ക് എക്സാമിന് 7 പാഠം വരെയേ നമുക്കുള്ളൂ. അപ്പം നമ്മുടെ പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റിവിഷൻ തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ ടി പി നടത്താത്ത 6ൻ്റെയും 7ൻ്റെയും ടി പി കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിവിഷനായിട്ട് നടത്താൻ പോവുകയാണ്. അപ്പോൾ ഈ 6ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് റിവിഷൻ ആരംഭിക്കാം. നിങ്ങൾ നന്നായി പഠിക്കണം. മിസ് അതിന് വേണ്ടിയിട്ടാണ് കുറേശ്ശേ തരുന്നത് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ മിസ് ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടാത്തതോ മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ അർത്ഥമാണല്ലേ. എന്താണ് ഫസ്റ്റ് അർത്ഥം? ഫസ്റ്റ് വാക്ക് യോദ്ധാവാണ്. യോദ്ധാവ്, പോരാളി, കോപം, ദേഷ്യം, അഹന്ത, അഹങ്കാരം. താമ്പൂലത്തിൻ്റെ അർത്ഥം തന്നിട്ടില്ല. അടുത്തത് വിപരീതപദമാണല്ലേ. വന്ദിക്കുക, നിന്ദിക്കുക, അകലെ, അടുത്ത്, വിവേകം, അവിവേകം, സമ്മതം, അസമ്മതം അല്ലെങ്കിൽ വിസമ്മതം. ഏതാണെങ്കിലും ശരിയാട്ടോ. അസമ്മതം എന്ന് പിന്നെ പറയുന്നതിനകത്ത് അത്ര ഒരു ഇതില്ല, എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും ശരിക്കും യോജിക്കുന്ന പദം വിസമ്മതം ആണ് കേട്ടോ. സമ്മതം, വിസമ്മതം. അടുത്തത് പര്യായപദമാണല്ലേ. ഫസ്റ്റ് വൺ പാഠമാണ്. പാഠത്തിന് വയൽ, കേദാരം. പാഠം, വയൽ, കേദാരം. ദെൻ എന്താണ്? കടലാണല്ലേ. കടൽ നിങ്ങൾക്ക് തന്നേക്കുന്നത് സാഗരം, ആഴി അല്ലേ. 2 വാക്കുകൾ. അടുത്തത് പിരിച്ചെഴുതുകയാണല്ലേ. പിരിച്ചെഴുതുക. ഫസ്റ്റ് വൺ അടുത്തെത്തി, അടുത്ത് പ്ലസ് എത്തി. ദെൻ സെക്കൻഡ് വൺ അംഗമുറപ്പിച്ചു, അംഗം പ്ലസ് ഉറപ്പിച്ചു. അടുത്തത് ചേർത്തെഴുതുക. ചേർത്തെഴുതുക വിവരം പ്ലസ് അറിഞ്ഞ. ചേർത്തെഴുതുമ്പം വിവരമറിഞ്ഞ. ആ പോയിട്ട് മാ വരും. വിവരമറിഞ്ഞ. അടുത്തത് അങ്ങനെ പ്ലസ് ഉള്ള, അങ്ങനെയുള്ള. ഊ പോയിട്ട് യായും ഊവിൻ്റെ ചിഹ്നവും വരും. അങ്ങനെ പ്ലസ് ഉള്ള, അങ്ങനെയുള്ള. അടുത്തത് ഒറ്റവാക്ക് എഴുതാനാണല്ലേ. ഒറ്റവാക്ക് വീരനായ യോദ്ധാവ്, വീരയോദ്ധാവ് അല്ലേ. അടുത്തത് അംഗം വെട്ടുന്നതിനുള്ള തട്ട്. അംഗം വെട്ടുന്നതിനുള്ള തട്ട്, അങ്കത്തട്ട്. പിന്നെ എന്താണ്? പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലേ. എന്താണ് ഫസ്റ്റ് വൺ വാക്യത്തിൽ പ്രയോഗിക്കുക? ഫസ്റ്റ് വൺ എന്താണ്? ഭയന്ന് വിറയ്ക്കുക ആണല്ലേ. എന്താണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്? എന്താണ്? ധൈര്യമില്ലാത്തവർ ചെറിയ അപകടങ്ങളിലും ഭയന്ന് വിറയ്ക്കാറുണ്ട് അല്ലേ. ധൈര്യമില്ലാത്തവർ ചെറിയ അപകടങ്ങളിലും ഭയന്ന് വിറയ്ക്കാറുണ്ട്. അടുത്തത് അവിവേകം അല്ലേ. അതായത് കാര്യം മനസ്സിലാക്കാതെ മറ്റുള്ളവരോട് കോപിക്കുന്നത് അവിവേകം ആണ്. കാര്യം മനസ്സിലാക്കാതെ മറ്റുള്ളവരോട് കോപിക്കുന്നത് അവിവേകം ആണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അർത്ഥം മുതൽ വാക്യത്തിൽ പ്രയോഗിക്കുക വരെ. ഇതിന് ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വെള്ളിയാഴ്ചത്തേനേ ഉള്ളൂ. മിസ് നേരത്തെ പറയുകയാണ്. എല്ലാവരും പഠിച്ച് ഇരുന്നോണം കേട്ടോ. ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചോണം. ബുധനും വ്യാഴവും വെള്ളിയായിട്ട് 3 ദിവസം കൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചാൽ മതി. പഠിച്ച് തീരും. അപ്പം കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും പഠിക്കാത്തവർ ഇന്ന് തന്നെ പഠിച്ച് വൈകുന്നേരം നന്നായിട്ട് ടി പി എല്ലാവരും എഴുതുകയും വേണം. ടി പി എഴുതുന്നതിൽ കുറേ പേരൊക്കെ മടി കാണിക്കുന്നുണ്ട്. മടി കാണിക്കുന്നവരുടെയൊക്കെ പേരൊക്കെ ഞാൻ അച്ഛൻ്റെയിലൊക്കെ ഇനി കൊടുക്കും. അതുകൊണ്ട് ആരും ടി പിക്ക് മടി കാണിക്കരുത്. എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ച് ടി പി എഴുതണം. എക്സാമിന് റെഡി ആവണം. എല്ലാവരും സേഫായിട്ട് സന്തോഷത്തോടെ വീട്ടിൽ തന്നെ ഇരിക്കുക. താങ്ക് യു ഓൾ ഓഫ് യു.